ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഒരു ക്വസ്റ്റ്യനാണ്. ഉടൻ തന്നെ ഉത്തരം കിട്ടി. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ അണ്ടകടാകം, ഈ യൂണിവേഴ്സ് അതെത്രമാത്രം വലുതാണ്. സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയ്ക്കും വലിപ്പമുള്ളതാണ് ഈ യൂണിവേഴ്സ്. അതിൻ്റെ ഒരു മണൽത്തരി മാത്രമാണ് നമ്മുടെ ഈ ഭൂമി. ഇതെല്ലാം കർത്താവിന്റെ വാക്കുകൾ കൊണ്ടല്ല സൃഷ്ടിച്ചത്, തന്റെ വചനമയച്ചല്ല സൃഷ്ടിച്ചത്, തന്റെ കൈകൾ കൊണ്ടല്ല സൃഷ്ടിച്ചത്, തന്റെ ആത്മാവിൽ ഇത് കൽപ്പിച്ചു വരുത്തിയത്. ആ കർത്താവിന് പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ അനുഗമിക്കുമ്പോൾ, എളിയവരായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആത്മിക ആവശ്യങ്ങളുണ്ട്, ശാരീരിക ആവശ്യങ്ങളുണ്ട്, ഭൗതിക ആവശ്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം സഹായം നടത്തി തരുവാൻ ഈ കർത്താവിന് ഒരു നിമിഷം മാത്രം മതി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുമെന്നാണോ? വരുമെന്നല്ല എഴുതിയിട്ടില്ല, വരുന്നു. കണ്ടിന്യൂസ് ആയിട്ടാണ്. നമ്മുടെ ദൈവത്തെങ്കിൽ നിന്നും നമുക്കുള്ള സഹായം, അത് രോഗശാന്തി ആയിക്കൊള്ളട്ടെ, ഒരാത്മിക സമൃദ്ധി ആയിക്കൊള്ളട്ടെ, ഒരു ഭൗതികമായ ആവശ്യമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വിഷയമായിക്കൊള്ളട്ടെ, ഏത് വിഷയമായാലും, എത്ര അസാധ്യമായ വിഷയമായാലും, ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ആത്മശക്തിയോട് പറയട്ടെ, അത് ക്രിസ്തുവിൽ നിന്നും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ വരുന്നത് എന്ത് ചെയ്യണം? നമ്മുടെ ശ്രദ്ധ വേറൊന്നിലേക്കും പതറിപ്പോകാതെ, ഈ ലോകത്തിലേക്കും ലോകമോഹങ്ങളിലേക്കൊന്നും വഴുതിപ്പോകാതെ നമ്മുടെ ശ്രദ്ധ മുഴുവനും ക്രിസ്തുവിന്റെ മുഖത്തായിരിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകില്ല. യേശുവിങ്കിലേക്ക് ആര് നോക്കുന്നുവോ, ആത്മാർത്ഥതയോടെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിഷ്കളങ്കമായൊരു ഹൃദയത്തോടെ, നേരുള്ളൊരു മനസ്സോടുകൂടെ ആര് യേശുവിനെ നോക്കുന്നുണ്ടോ, പ്രിയപ്പെട്ടവരെ, അവരൊരിക്കലും ലജ്ജിച്ചു പോകുവാൻ സമ്മതിക്കില്ല. ഒരിക്കലും യേശു കൈവിടില്ല, ഒരിക്കലും യേശു ഉപേക്ഷിക്കില്ല. ഈ ലോകം നമ്മളെ ഉപേക്ഷിക്കും. ലോകത്തെ മെഡിക്കൽ സയൻസ് ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിക്കും, പക്ഷെ കർത്താവ് നമ്മളെ ഉപേക്ഷിക്കില്ല.